വെൽക്കം ബാക്ക് ടു അബി റിവീൽസ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഈ വർഷം തന്നെ കണ്ട വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടിംഗ് ആൻഡ് ഹാർട്ട് വാമിംഗ് ആയ ഒരു സിനിമയുടെ പറ്റിയാണ്. ദാറ്റ് ഇസ് ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. സത്യം പറഞ്ഞ ഈ സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹോംലി ഫീലാണ് കിട്ടിയത്. അത്രയും ഞാൻ ഈ സിനിമയായിട്ട് കണക്ട് ആയി. ആൻഡ് ദ ഷീപ്പ് ഡിറ്റക്റ്റീവ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബുക്ക് ത്രീ ബാഗ്സ് ഫുൾ ബൈ ലിയോണി സ്വാൻ. ഇതൊരു സിമ്പിൾ ചിൽഡ്രൻസ് ഫാമിലി പടം മാത്രമല്ല, ഇതൊരു ഇമോഷണൽ ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് കൂടെ ത്രില്ലർ കൂടെയാണ് ഈ ഒരു പടം. ഈ പടം കാണുമ്പോൾ പണ്ടത്തെ പാഡിങ്ടൺ, അതേപോലെ തന്നെ 101 ഡാൽമേഷ്യൻസ്, ഇങ്ങനത്തെ കുറെ ഓൾഡ് സ്കൂൾ ചിൽഡ്രൻ വൈബ് നമുക്ക് നല്ല രീതിയിൽ അടിക്കും. സ്റ്റോറി ഭയങ്കര ബേസിക് ആണ്, പക്ഷെ ആ ഒരു ബേസിക്നെസ് ആണ് ഇതിന്റെ ഒരു വലിയൊരു സ്ട്രെങ്ത്. സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ക്രെയ്ഗ് മാസിൻ ആണ് ആൻഡ് ഡയറക്റ്റഡ് ബൈ കൈൽ ബോൾഡ. ഇവർ ബ്രില്യൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൈൽ ബോൾഡ അറിയില്ലെങ്കിൽ മിനിയൻസ്, ദ റൈസ് ഓഫ് ഗ്രൂ ആൻഡ് ഡെസ്പിക്കബിൾ മീ 3 എന്ന സിനിമകളുടെ ഡയറക്ടറാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് ആണ് എനിക്ക് ആളുടെ ഒരു ഏറ്റവും ഹാർട്ട് ഫെൽ വർക്കായിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ ഇതിന് അടുത്തൊരു പ്ലസ് പോയിന്റ് ആണ്, നമ്മൾ ഇതിൽ ഷീപ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ആൻഡ് അവർക്കൊക്കെ ഒരു ഡിസ്റ്റിങ് പേഴ്സണാലിറ്റി ഉണ്ട്. ആൻഡ് അവരെ ക്യാരക്ടറൈസ് ചെയ്ത രീതി ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ആൻഡ് ഇവരെ വോയിസ് ഡബ് ചെയ്ത ആൾക്കാരും നല്ലൊരു സോൾഫുൾ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ആ ഷീപ്സിനോട് ഭയങ്കര ഒരു കണക്ഷനാണ് നമുക്ക് ഫീൽ ചെയ്യണം. അതേപോലെ ഇതിൽ ഹ്യൂമൻ ക്യാരക്ടേഴ്സും ഭയങ്കര ലവബിൾ തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഈ ഷീപ്പിനെയൊക്കെ റിയൽ ലൈഫ് ഷീപ്പിനെ സ്കാൻ ചെയ്തിട്ട് ഹൈ റിയലിസ്റ്റിക് CGI വർക്കാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഷീപ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആനിമേഷൻ വർക്കായിട്ട് ഫീൽ ചെയ്യില്ല. മോസ്റ്റ്ലി ഒരു റിയൽ ലൈഫ് ക്രീച്ചേഴ്സ് സംസാരിക്കുന്നതും ഇടപെടുന്നതായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുള്ളൂ. അതേപോലെ ഓൺ സെറ്റ് പപ്പറ്ററി വർക്ക് പോലും നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഭയങ്കര ബ്രില്യൻ്റ്ലി പ്ലാൻ ആൻഡ് എക്സിക്യൂട്ടഡ് സിനിമ കൂടെയാണെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അതേപോലെ ഇതിന്റെ വിഷ്വൽസ്, ഇതിന്റെ മ്യൂസിക്, ഇതിന്റെ കളർ പാലറ്റ് എല്ലാം ആ ഒരു വാം ഫാമിലി ഫ്രണ്ട്ലി വൈബ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ത്രില്ലർ സൈഡിലോട്ട് വരുവാണെങ്കിൽ പാരലൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് കാണിക്കുന്നത്. രണ്ട് കൂട്ടുകാരുടെ അല്ല, ഒരു കൂട്ടരാണ് ഷീപ്പും രണ്ടാമത്തെ കൂട്ടരാണ് ഹ്യൂമൻ ക്യാരക്ടേഴ്സും. ഇവര് രണ്ട് പേരുണ്ട്, രണ്ട് സൈഡായിട്ട്, രണ്ട് ഗ്രൂപ്പായിട്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഈ മിസ്റ്ററി സോൾവ് ചെയ്യുന്നത് കാണിക്കുന്നത്. അത് ഭയങ്കര മെനക്ക് തന്നെ എടുത്തിട്ടുണ്ട്. വളരെ മെച്യൂർ ആയിട്ട് തന്നെ അവർ ആ മിസ്റ്ററി ഭാഗം അവർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ അതേപോലെ ലാസ്റ്റ് ട്വിസ്റ്റ് ഞാൻ ഒരു രീതിക്ക് പ്രതീക്ഷിച്ചില്ല. ആ ട്വിസ്റ്റ് എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഓവറോൾ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് ഇസ് എ മസ്റ്റ് വാച്ച് ഫോർ ഫാമിലി, ഫ്രണ്ട്സ്, ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് ഹു ഹാവ് എ വെരി ചൈൽഡ് ലൈക്ക് ഹാർട്ട്. കുഞ്ഞു മനസ്സുള്ളവർ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. ഡോണ്ട് എവർ മിസ് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്.